18, 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ചെന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 30 വയസ്സുകാരിയെ പോലെ പെരുമാറേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അന്ന് കിട്ടിയ ആ മുറിവുകളെല്ലാം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടോ? ആ വീട്ടില് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ വീട്ടിലെ അമ്മ ചെയ്യുന്നത് പോലെ തന്നെ ആവണം എന്നുള്ളൊരു വാശിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിനും കുറ്റപ്പെടുത്തലുകളും, തിരുത്തലുകളും മാത്രം കണ്ടിട്ടാണ് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരൊന്ന് പുറത്തു പോയാൽ പോലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ റൂമിന് പോലും നിങ്ങൾക്ക് അതിനിരിക്കാൻ സ്പേസ് ഉണ്ടാവില്ല. എല്ലാം പെർഫെക്റ്റ് ആണോ? അവരെന്ത് പറയും? ഇവരെന്ത് പറയും? അല്ലെങ്കിൽ റൂമിലൊന്ന് ഇരുന്നാലും ഞാനിങ്ങനെ വന്ന് ഇരുന്നാൽ അവരെന്താണ് എന്നെക്കുറിച്ച് പറയാ എന്നുള്ള ഒരു ശ്വാസം മുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം എന്നില്ല. കാരണം അവര് കാണുന്നത് സ്വന്തം മകനോടുള്ള സ്നേഹം മാത്രമാണ്. പക്ഷെ നിങ്ങളവിടെ അനുഭവിക്കുന്നത് പുറത്തു നിന്ന് വന്ന ഒരു പെൺകുട്ടിയോടുള്ള അവഗണനയും അതുപോലെ തന്നെ ഒരു പെരുമാറ്റവുമാണ്. അപ്പൊ ആ ഒരു അനുഭവങ്ങളെക്കാളും നിങ്ങൾക്ക് മുറിവ് നൽകുന്നത് നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗും കൂടിയാണ്. എല്ലാം ഉള്ളിൽ ഒതുക്കി നടന്നുകൊണ്ടുള്ള ഒരു ഫീലിംഗ്. ഇപ്പൊ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൂർണ്ണമായിട്ട് അവളുടെ വേദന മനസ്സിലാക്കണം. അതിന് വലിയ പരിഹാരം കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതല്ല. പക്ഷെ അവൾക്ക് ആ ഒരു സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ അവളുടെ കൂടെ നിന്ന് അത് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുക. അതിനെ ജഡ്ജ് ചെയ്യാതെ, തടസ്സപ്പെടുത്താതെ അത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുക. നിങ്ങൾ അവളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലെങ്കിലും തോന്നിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് അവൾക്ക് കിട്ടാവുന്നതിലുള്ള ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും മുറിവുകളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ മുറിവ് നിങ്ങൾ ഏത് രീതിയിൽ ഉണക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തിരയുക. ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നതിലൂടെ ഒരു പരിധി വരെ ആ മുറിവിനെ ഉണക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ മുറിവുകൾ ഉണക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.